ഇതെൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീടാണ്. പോലീസ് കേസൊന്നും ഇല്ലാതെ ഒതുക്കി തീർക്കാൻ പുള്ളി വിചാരിച്ചാൽ പറ്റും. പിന്നെ ഫെബിനെ, നീ വാ തുറക്കരുത്. ഒന്നാമത് നിനക്ക് ബോധമില്ല. അവിടെ നടന്നൊക്കെ വള്ളി വിളിച്ചിട്ട് അത് ഇവിടെ ഒന്ന് പറഞ്ഞു ആരും വിശ്വസിക്കാൻ പോകും. അതുകൊണ്ട് മിണ്ടരുത്. ആ വക്കീലേ, ഞാൻ വിളിച്ചിരുന്നില്ലേ? ഇതാ എൻ്റെ ഫ്രണ്ട്സ്. സാറാത്തുണ്ട്. ഞാൻ നിങ്ങളെ കാര്യമൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. സാറിനോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. നിങ്ങൾ വാ. ഓ ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ പിള്ളേര്. ഇവരുടെ കാര്യം ഞാനൊന്ന് നിന്നോട് പറഞ്ഞു. അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നീ ഒന്ന് ചെയ്തു കൊടുത്തേക്കണം. അവർ കാര്യങ്ങൾ വിശദമായിട്ട് നിന്നോട് പറയും. പിന്നെ ഇവർ എന്താ വേണ്ടെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി. ഓക്കെ? ശരി. നീ സംസാരിക്കേ. ഇവരെൻ്റെ കൂടെ പറ്റേ. നിങ്ങൾ വാ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. എന്താ കാര്യം? സാർ എല്ലാത്തിനും കാരണം എന്നാ വീട്ടിൽ പോയതാ. ആരുടെ വീട്ടിൽ? സാർ അലക്സിന്റെ വീട്ടിൽ. പിന്നീട് വീട്ടിൽ പോയിരുന്നു? സാറേ പോയിരുന്നു സാർ. IT ഫെസ്റ്റിന്റെ പോസ്റ്റർ ഡിസൈനൊക്കെ അവൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. എന്നിട്ട് സാർ അപ്പോഴാ കണ്ടത്. കോളേജിലെ കാര്യം ഓർത്തിട്ട് ആകെ. നീ എന്തിനെങ്ങനെ പേടിക്കണേ? വിജീഷേ, എന്തൊക്കെയുണ്ട്? നിനക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന് കേട്ടല്ല? എനിക്ക് മാത്രമല്ല, അവന്മാർക്കും കിട്ടിയിട്ടുണ്ട് പണി. ശരിയെന്നാ, ബൈ. ആ ശരി, ബൈ. വഴിന്ന് മാറിപ്പോടാ. എന്തേ നീ വിളിച്ചേ? വേഗം കോളേജിലേക്ക് വാ, ഇന്ന് ടൂർ നടക്കുന്നോന്നല്ല. നിങ്ങൾ വേഗം വന്ന് വണ്ടി കയറി. എന്നാ നീ വണ്ടി കയറി. ഞാൻ അലക്സിനെയും കൊണ്ട് അങ്ങോട്ട് വരാം. നിങ്ങൾ വേഗം വിട്ടോ. അലക്സ് എവിടെയാടാ? ഇപ്പൊ അവൻ വിളിക്കാൻ വേറെ ആളും. നീ വണ്ടി കയറി, അലക്സ് വന്നോളൂ. ആണോ? ആ എന്നാ ശരി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോളേജിലേക്കാണ്. കോളേജിലെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കൈവിട്ടു പോയിരുന്നു. എന്തിടാ കയ്യിലെന്തോ കേറി? നോക്കണ്ടടാ. അധികം പറഞ്ഞോ? അറിയില്ലടാ, ബ്ലഡ് വന്നുണ്ട്. ആകെ പണിക്കേസാണല്ലോ. അലക്സേ, ഫെബി, എടാ കോളേജിൽ ആകെ സീനായിരിക്കാം. എന്ത് പറ്റിയടാ? പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും നിങ്ങൾക്ക് അഗെയിൻസ്റ്റാ. കഞ്ചാവ് യൂസ് ചെയ്യണം നിങ്ങൾ തന്നെയാന്ന് എല്ലാവരും പറയുന്നത്. പോലീസ് കേസ് വരെ അയക്കും. സത്യം നമുക്ക് തെളിയിക്കാം. അതുവരെ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കാം. ഓക്കെ? ആകെ പ്രശ്നമാണ്. വാടാ. കോളേജിലെ കാര്യം ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാടാ. അലക്സേ, എന്താടാ ഇത്? ഇത് അച്ഛൻ്റെ പഴയ എന്തോ സാധന. ഇതെന്താ സാധനം? ഇതെന്താന്ന് എനിക്കറിയില്ല. ഒരിക്കലോ മറ്റോ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് പണ്ടെന്തിനു ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ? ഇതെന്താ സംഭവിച്ചു വിജീഷേ?
അലക്സേ എന്താണത്? എടാ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെന്താ ഇങ്ങനെ? പയ്യൻ വഴിന്ന് മാറിപ്പോണം. എന്തുവാടത്? എനിക്ക് വട്ടായപ്പോ അത് നാട്ടുകാർക്ക് മൊത്തം വട്ടായപ്പോ. വേഗോളിലേക്ക് വാ, ഇന്ന് ടൂർ നടക്കുന്നോന്നുള്ള. എടാ അതിന് ഇന്ന് രാവിലെ ആയിരുന്നില്ലേ ടൂറ്? എന്തുന്നാട് തലക്ക് വെളിവില്ലേ? നാളെ ഇനി ടൂർ. ഇന്ന് രാത്രി കോളേജ് സ്റ്റേ. നാളെ രാവിലെ 5-ന് വണ്ടി പുറപ്പെടും. ഇടന്ന ഡേറ്റ് എത്രയാണ്? ജനുവരി 13 13 ഇന്ന് 12. ഞാൻ പോണു, നിങ്ങൾ വേഗം വാ. എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ചപ്പോൾ അമ്മയും പറഞ്ഞു ഇന്ന് 12. ഇത് നോക്കി മൊബൈലിലും 12 അത് ഡേറ്റ് വലുതും മാറിപ്പോയതായിരിക്കും. എടാ ഞാൻ കുറച്ചു മുമ്പ് അപ്ഡേറ്റ് ചെയ്താണ്. എടാ ഇതിനകത്തും എടാ ഇതിലും 12 ഒരു ഫുൾ ദിവസം അങ്ങോട്ട് പോയി. ഞങ്ങൾ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ഒരു ദിവസം എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ ഫെബിനെ കാണാനില്ലെന്നു? നീ ഒന്നല്ല അടുത്ത് നോക്കി. എടാ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ അയാളെ കാണാൻ പോവാണ്. എല്ലാം അതിന്റെ കളിയാണ്, എനിക്ക് മനസ്സിലായി. സാർ ഇപ്പൊ തന്നെ വിടാതെ നമ്മുടെ പുറകെ പോലീസുണ്ട്. ആ പയ്യനെ ഇവിടെ വെച്ച് വെറുതെ റിസ്ക് എടുക്കണോ? റിസ്കോ? ആ സ്ലാബിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? സാർ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും ആ സ്ലാബിനുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, സമയം പുറകോട്ടാക്കിയിട്ട് നമുക്കെന്ത് പ്രയോജനം? പ്രയോജനം ഉണ്ടോന്നോ? വെയിറ്റ്, ഐ വിൽ ഷോ ഇറ്റ്. വെയിറ്റ്, ഐ വിൽ ഷോ ഇറ്റ്. ലുക്ക്, ഇതാ നോക്ക്. ഇന്നലെ 40 ലക്ഷം രൂപ സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് നമ്പറാണ്. ഈ നമ്പർ ഇപ്പോൾ നമുക്കറിയാം. പക്ഷേ ആ സ്ലാബ് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് 24 hours ഒന്ന് പുറകോട്ട് സഞ്ചരിച്ച ഈ സമ്മാന തുക മുഴുവൻ എന്റെ കയ്യിലിരിക്കും. പണം വെറും ഒരു തുടക്കം മാത്രം. പക്ഷേ ആ സ്ലാബ് ഉപയോഗിച്ച് എനിക്ക് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും നേടിയെടുക്കണം. പലതും പലതും പലതും. നല്ല ടൈം. അവനെത്തിയിട്ടുണ്ട്. അലക്സ് ചെല്ലേ. സാർ അകത്തുണ്ട്. സാർ ആരാ? സാറിന് എന്നെ ഓർമ്മയില്ലേ? സാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ. വൈ ഷുഡ് ഐ റിമെമ്പർ ഹിം? സി, അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് താങ്കളുടെ ഫാദറിന്റെ വായന മുറി ഒന്ന് തുറന്നു തരണമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറി. സാർ ഞങ്ങളെ മുറി തുറക്കാറില്ല, എന്തിന് ഡാഡിയെ കുറിച്ച് സംസാരിക്കാറ് പോലുമില്ല. ഓഹോ. സാർ എനിക്കൊരു സഹായം ചെയ്തു തരണം. അതിനുശേഷം ഞാൻ സാർ പറയണത് എന്തും ചെയ്യാം. എന്തും? എടാ അലക്സേ, ഞാൻ ആ സാധനം ഇവിടെ മൊത്തം നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. കാണാനില്ലേ? സാർ അത് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? വാട്ട് നോൺസെൻസ് യു സേ? അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? സാർ അത് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നതാ. പിന്നെ അത് എവിടെ പോയി? സാറേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിജേഷ്, അവന് മിസ്സിംഗ് ആണ്. ചിലപ്പോൾ അവനെടുത്ത് കാണും. ഇതാണോ നിങ്ങൾ പറഞ്ഞ വിജേഷ്? ആണോ? ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. എത്രയും പെട്ടെന്ന് ആ വസ്തു എന്നെ ഏൽപ്പിച്ചിരിക്കണം. സെർച്ച്. വേഗം നടക്കടാ. നീ ഇവിടെ
കുറച്ചു നേരം അലക്സ് പോയി തരേണ്ട. അലക്സ് വേണ്ട അലക്സേ വേണ്ട അലക്സേ പോയി തരേടാ. നീ ഇനി മറ്റവനെ പോയി പിടിച്ചോ. വേഗം നോക്കടാ. നോക്കടാ. വിജിഷേ ഫെമിനെ ഡാ എണീക്കടാ. വിജിഷേ എണീക്കടാ. എടാ എണീക്കടാ. എടാ അയാളവിടെ ഞാൻ ആ സ്ലാബ് കൊണ്ട് അയാളെ അടിച്ച് താഴിട്ടു. എന്നിട്ട് അയാള് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എനിക്ക് നമുക്ക് പോലീസിലിറങ്ങി. നിങ്ങളുടെ നിരപരാധിത്വം എനിക്ക് മനസ്സിലായി. ഗ്രിഗറി ഒരു വാണ്ടഡ് ക്രിമിനൽ ആയതിന്റെ പേരിൽ അവനെ ഞാൻ പൊക്കിയിരിക്കും. ഈ കേസിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. ശരി സാർ. നീ അവിടെ വെയിറ്റ് ചെയ്യ്. ഫെബിൻ പോകാം. ഓക്കെ സാർ. സാർ ഇവിടെയാണ് സാർ. എടാ ഇതിലിങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്യുന്നല്ലേ? പക്ഷെ നീ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ കൈവച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. ശരിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ? എടാ ഇതിലങ്ങനെ വെറുതെ കൈവച്ചാലൊന്നും ഇത് വർക്കൗട്ട് ആവില്ല. പിന്നെ കുറെ ആലോചിച്ചപ്പോഴാ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിച്ചത്. അതായത് ഇതിൽ കൈവയ്ക്കുന്ന ആളുടെ കയ്യിൽ രക്തം പുരണ്ടിരിക്കണം. ഓ അങ്ങനെയാണല്ലേ. ഒരു മിനിറ്റ്. കൊള്ള. നിന്റെ കയ്യോ നോക്കട്ടെ. ആ താടാ. ഏ ഇനിയൊന്നും ചെയ്തു.